ഞണ്ട് റോസ്റ്റ്. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ ഓരോ ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഞണ്ട് ആ പൊടികളെല്ലാം കൂടെ സ്വല്പം വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചു. എന്നിട്ടൊരു പാൻ വെച്ച് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പം കുറച്ച് കരിവേപ്പില ഇട്ടു. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ കുരുകുരാന്നരിഞ്ഞതും, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ കുരുകുരാന്നരിഞ്ഞതും കൂടെ ചേർത്തു. ഒരു 3 പച്ചമുളകും കൂടെ കീറിയിട്ടു. ഇതൊന്ന് മൂത്ത് വരണം. ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് സവാള, 2 വലിയ സവാള വേണം. ഞാൻ കുരുകുരാന്നല്ല അരിഞ്ഞിരിക്കുന്നത്, സ്വല്പം വലുതായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നത്. ഇതിന്ന് നല്ലപോലെ റോസ്റ്റാകണം. ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആ സവാള ഇനി ഒന്ന് നല്ലപോലെ മൂക്കണം. ഒരു തക്കാളി വേണമായിരുന്നു, ഞാനത് അരിഞ്ഞു വെച്ചില്ല. ഇപ്പം തന്നെ ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞിടും. എല്ലാം അരിഞ്ഞു വെച്ചപ്പം തക്കാളിയുടെ കാര്യം അങ്ങ് വിട്ടുപോയി. ഇനി ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഒന്ന് മൂക്കണം. നല്ലപോലെ മൂത്തു. ഇനി ആ പൊടികളെല്ലാം വെള്ളത്തിൽ കുഴച്ച് വെച്ചത് ഈ സമയത്ത് ചേർക്കണം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടു. ഇനി അത് ആ ഉള്ളിയുടെ കൂടെ ഒക്കെ കിടന്ന് ഈ പൊടികളൂടെ ഒന്ന് മൂക്കണം. 5 ഞണ്ടുണ്ടായിരുന്നു. പൊടി മൂത്ത മണമൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഏകദേശം 4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു. ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തിളയ്ക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ഞണ്ടിടാതെ ഞാൻ ഞണ്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് തന്നെ വെച്ചത്. അതിനകത്തോട്ട് ഞാൻ അരപ്പ് ഇതിലോട്ട് കോരി ഒഴിക്കാൻ പോവുക. ഞണ്ടെല്ലാം നല്ലപോലെ അരപ്പിനകത്ത് മുങ്ങിക്കിടക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി തീ ഒന്ന് കുറച്ചുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ചെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുന്ന ഉപ്പൊക്കെ വേണം ചേർക്കണത്തു. അപ്പോൾ അത് റോസ്റ്റായി കഴിഞ്ഞു. ഈ സമയം ലാസ്റ്റിൽ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. അത് ഇതിനകത്ത് വന്നില്ല. അത് അത്യാവശ്യം അതൊരു പ്രത്യേക ടേസ്റ്റ് ആ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യോട് ചേർത്ത് ഒന്ന് റോസ്റ്റാകണം. ഇപ്പം പരുവായി. എല്ലാവരും ഒന്ന് ഞണ്ട് കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക.